ഹായ് ഫ്രണ്ട്സ്, പഞ്ചാരവണ്ടിയുടെ സാലാല യാത്രയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. മരുഭൂമിയിലെ കേരളം എന്ന് വിശേഷിക്കപ്പെടുന്ന സലാലയിലേക്ക് യാത്ര ചെയ്യാൻ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമല്ലേ? അതെ, സലാല മരുഭൂമിയിലെ കേരളമാണ്. വളരെ മനോഹരമായ ഒരു ഭൂപ്രദേശമാണ് സലാല. അങ്ങനെ ഞങ്ങളും പോയി സലാലയിലേക്ക്. ഒന്നല്ല, രണ്ടല്ല, 3 പ്രാവശ്യം. അതെ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ 3 മാസങ്ങളിൽ സലാലയിലേക്ക് പോകുമ്പോൾ ഈ 3 മാസങ്ങളിലുള്ള യാത്രാനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് 3 വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതാണ് എൻ്റെ ഉദ്ദേശം. നമ്മൾ ദുബായിൽ നിന്ന് സലാലയിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രധാനമായും 3 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് ഹത്ത വഴി പോകാം, അതുപോലെ തന്നെ അലൈൻ വഴി പോകാം. അലൈൻ വഴി പോകുമ്പോൾ നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് ബുറൈമി ബോർഡർ, ഒന്ന് മെസ്സിയാദ് ബോർഡർ. ഇതിൽ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബുറൈമി ബോർഡറാണ് കാണിക്കുക. അവിടെ മെജോറിറ്റി ടൈമിലും നല്ല റഷായിരിക്കും. മെസ്സിയാദ് ബോർഡർ ഗൂഗിൾ മാപ്പിൽ കാണിക്കില്ല. പക്ഷേ മെസ്സിയാദ് ബോർഡർ വഴി പോകുമ്പോൾ വളരെ തിരക്ക് കുറവാണ്. നമ്മൾ ആ ബോർഡർ വഴിയാണ് സലാലയിലേക്ക് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ്, അതായത് ജൂണിലെ ട്രിപ്പ് നമ്മൾ പോകുന്നത്. ഇനി യാത്ര തിരിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് നമ്മുടെ വിസ മിനിമം 3 മാസം വാലിഡ് ആയിരിക്കണം. എക്സ്പയറി ആവാൻ 3 മാസമെങ്കിലും ഉണ്ടായിരിക്കണം. അത് ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ആരുടെയെങ്കിലും 3 മാസം ഇല്ലെങ്കിൽ പോലും പ്രോബ്ലം ഉണ്ട്. പക്ഷേ അവരോട് പറഞ്ഞ് സംസാരിച്ച് അവരെ കൊണ്ട് സമ്മതിപ്പിച്ചാൽ ചിലപ്പോൾ നമുക്ക് പോകാം. അവരുടെ കരുണ നമുക്ക് ആവശ്യമായി വരും. ചില സമയത്ത് അവർ വിടില്ല, ചില സമയത്ത് അവർ വിടും. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ. പിന്നെ നമുക്ക് നമ്മുടെ കാറിന് ഒരു ഇൻഷുറൻസ് വേണം. ഒമാനും കൂടി കവേർഡ് ആവുന്ന ഒരു ഇൻഷുറൻസ് നമുക്ക് വേണം. പിന്നെ നമുക്ക് അറിയാമല്ലോ, നമ്മുടെ പേരിലുള്ള കാറ് കൊണ്ട് മാത്രമേ നമുക്ക് സലാല പോകാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കാർ എടുത്തിട്ടോ അല്ലെങ്കിൽ കമ്പനിയുടെ കാർ എടുത്തിട്ടോ നമുക്ക് സലാല പോകാൻ പറ്റില്ല. കമ്പനിയുടെ കാർ കൊണ്ട് പോകുമ്പോൾ നമുക്കതിനൊരു NOC ലെറ്റർ വേണം. ഫ്രണ്ട്സിൻ്റെ കാർ കൊണ്ട് പോയാൽ അവരെന്തായാലും അങ്ങോട്ട് കടത്തി വിടില്ല. ഈ മെസ്സിയാദ് ബോർഡർ വഴി പോകുമ്പോൾ നമുക്ക് കിലോമീറ്ററിലും ഒരുപാട് കുറവുകളുണ്ട്. പിന്നെ ഈ ബോർഡർ കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഷോപ്പുകൾ ഉണ്ടായിരിക്കും. ഈ ഷോപ്പുകളിൽ നമുക്ക് സിം എടുക്കാം. ഒരു 2 ഒമാൻ റിയാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്മും കുറച്ച് പാക്കേജൊക്കെ കിട്ടും നമുക്ക്. അത് ഒരു 12 മണിക്ക് മുന്നേ അല്ലെങ്കിൽ ഒരു 1 മണിക്ക് മുന്നൊക്കെ ആയിട്ട് അവിടെ എത്തണം. അല്ലെങ്കിൽ ആ ഷോപ്പുകളൊക്കെ അടച്ച് പോയിട്ടുണ്ടാവും. രാത്രിയിലൊരു 1 മണിക്ക് മുന്നായിട്ട് അവിടെ എത്തിയാലാണ് നമുക്ക് ആ ഷോപ്പിൽ നിന്ന് ആ സിമ്മൊക്കെ കളക്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. നമ്മൾ സിമ്മൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഫസ്റ്റ് എത്തിച്ചേരുന്ന ഒരു ടൗൺ എന്ന് പറയുന്നത് ഇബ്രി എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ ഈ ബോർഡറിൽ നിന്ന് ഇബ്രിയിലേക്ക് ഏകദേശം ഒരു 250 കിലോമീറ്റർ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എത്തിച്ചേരുന്നത് നിസ്സോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ ഈ ഇബ്രിയിൽ നിന്ന് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒരു ഷോർട്ട് കട്ട് വഴിയുണ്ട്. ആ ഷോർട്ട് കട്ട് വഴി കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള ഒരു റോഡാണ്. കാരണം 2 വേ റോഡാണ്. മീൻസ് വണ്ടികൾ വളഞ്ഞ ഒരു വഴിയാണ്. അപ്പോൾ പിന്നെ റോഡും അത്ര ക്ലിയർ അല്ല എന്ന് പറഞ്ഞോട് കൂടിയിട്ട് പിന്നെ ഞങ്ങൾ ആ റൂട്ട് സെലക്ട് ചെയ്തില്ല. ഫസ്റ്റായിട്ട് പോണതല്ലേ. അപ്പോൾ നമ്മൾ നിസ്വയിലേക്ക് പോയി. നിസ്വയിൽ നിന്ന് പിന്നെ ഈ സലാലയ്ക്ക് സ്ട്രെയിറ്റ് റോഡ്, ഒരു വലിയ ഹൈവേ ആണത്. ആ ഹൈവേ റോഡ് ഏകദേശം ഒരു 800-900 കിലോമീറ്റർ ഉണ്ട്. സ്ട്രെയിറ്റ് ഡ്രൈവാണ്. അത് പറയുകയാണെങ്കിൽ വളരെ മനോഹരമായൊരു യാത്ര എന്ന് തന്നെ പറയാം. അതിൻ്റെ ഒപ്പം തന്നെ ഈ ട്രാവലിംഗ് അത്ര ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. ഒരു വെള്ള മരുഭൂമിയിലൂടെ, എന്താ പറയുക, വൈറ്റ് കളർ മണലാണ് അവിടെ. ആ മരുഭൂമിയിലൂടെ നമ്മൾ, അതായത് ഇപ്പോൾ എന്താ പറയുക, കടലിൽ തിരമാലയില്ലാത്തൊരു കടലിൽ നടുക്കി കൂടെ വണ്ടി ഓടിച്ച് പോണ പോലെ ഫീൽ ചെയ്യും നമുക്ക്. കണ്ണത്താ ദൂരത്തേക്ക് ഒന്നുമില്ല. ഇങ്ങനെ അത്രയ്ക്കും നമ്മളിങ്ങനെ ആ ഒരു ലോങ് ഇതിങ്ങനെ കാണാം. നമ്മളിങ്ങനെ അതിലേക്ക് നോക്കി ഇങ്ങനെ ലയിച്ചിരുന്നു. മീൻസ് വണ്ടി ഓടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് നമുക്ക്. അതൊരു രസകരമെന്ന് തന്നെയാണ്. കാരണം പകൽ പോകുമ്പോൾ പ്രത്യേകിച്ച്, രാത്രിയാകുമ്പോൾ പിന്നെ അതൊന്നും കാണുന്നില്ല നമ്മൾ. പകൽ പോകുമ്പോൾ അതൊരു നമ്മൾ പറയില്ലേ, കടലിൽ വന്ന് നമ്മൾ കടൽ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് എന്താ ഫീൽ ചെയ്യുക, അത് ഒരു പ്രത്യേക അനുഭൂതിയില്ലേ എന്ന് പറയണ പോലെ ഈ മരുഭൂമിക്ക് അതേമാതിരി ഒരു പ്രത്യേകത ഉണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളാണ്, വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് മേ ബി അത് അത്ര ഇഷ്ടപ്പെടില്ല. എനിക്കും ഡ്രൈവിങ് അത്ര ഇഷ്ടമുള്ള ആളൊന്നും അല്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് നിർബന്ധിച്ചിട്ടാണ് ഞാനിത് ഫസ്റ്റ് പോണത്. പക്ഷേ എനിക്ക് അതോടുകൂടിയിട്ട് ആ ഇഷ്ടമില്ലായ്മ മാറി കിട്ടി. പിന്നെ ഞാൻ അടുപ്പിച്ചൊരു 3 പ്രാവശ്യം പോയത് സലാലയ്ക്ക്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സലാലയിലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ കടകളാണ്.
ഇത് സലാലയിലെ അതായത് ബീച്ച് ഏരിയകളിൽ അല്ലെങ്കിൽ എന്താ പറയുക സലാല ടൗണ് അതിൻ്റെ ഒരു തീരപ്രദേശം എന്ന് പറയാം. ആ ഒരു ഏരിയ മൊത്തം ഫാമുകളും ഇങ്ങനത്തെ ഷോപ്പുകളാണ് ഫുള്ള്. കരിക്ക് കുടിക്കാം, അതുമാതിരി കരിമ്പ് കിട്ടും, പഴം കിട്ടും, പപ്പായ കിട്ടും, എല്ലാവിധ ഫ്രൂട്ട്സും നല്ല അടിപൊളിയായി വിളയുന്ന മനോഹരമായൊരു നാട്. സലാലയിൽ നിന്ന് 33 കിലോമീറ്റർ കിഴക്ക് മാറിയുള്ള ഒരു പ്രദേശമാണ് തക്വ. അവിടെയുള്ള ഒരു കാസ്റ്റിലാണ് തക്വ കാസ്റ്റിൽ. ഇത് 19-ാം നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. കുറേ പുരാവസ്തുക്കൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലം. അവിടെ നമുക്ക് കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കതൊക്കെ കാണാം, എൻജോയ് ചെയ്യാം. ഇത് കാസ്റ്റിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ്. ഇനി കാസ്റ്റിലിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. സാധാരണ മ്യൂസിയത്തിലൊക്കെ പോയി കാണുന്ന പോലെയുള്ള കുറേ സംഭവങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ഈ കാസ്റ്റിലുള്ളൂ. അവരുടെ പരമ്പരാഗത വസ്ത്രങ്ങൾ, അവരുടെ ആയുധങ്ങൾ, അവരുടെ കുറേ പിക്ചേഴ്സ് ഉണ്ട്, അവരുടെ പഴയകാല രൂപങ്ങൾ, അവരുടെ വേഷങ്ങൾ എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ അവരുടെ വീടിന് അകം എങ്ങനെയുണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അവരുടെ ആയുധം, തോക്ക് കാര്യങ്ങളൊക്കെ കാണിക്കും. അങ്ങനെ അവരുടെ ഒരു പഴയകാല ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലം. ഒരു ചെറിയ എൻട്രൻസ് ഫീ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അവിടെ പുറത്ത്. അപ്പോൾ അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. ആൻറ്റി ഗ്രാവിറ്റി ചെക്ക് ചെയ്യാൻ നിൽക്കുന്ന വണ്ടികളുടെ നീണ്ട ക്യൂ ആണ് നിങ്ങളീ കാണുന്നത്. സലാലയിലെ ഈ ബീച്ച് നമുക്ക് അങ്ങനെ നമ്മുടെ ദുബായിൽ കാണുന്ന ബീച്ച് പോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ബീച്ചല്ല. വ്യൂ മാത്രമേ ഉള്ളൂ. നമുക്ക് അവിടെ ഇറങ്ങാനുള്ള സൗകര്യമൊന്നുമില്ല. കാരണം ഒരു വലിയൊരു മലയുടെ മീതെ നമ്മൾ നിൽക്കുന്നു, താഴെ കടൽ. അപ്പോൾ ആ കടൽ ഈ മലയുടെ പാറയിൽ ഇങ്ങനെ അടിച്ച് വെള്ളം മുകളിൽ ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കും. ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ വരും. പിന്നെ സലാലയിലെ കടൽ മൊത്തത്തിൽ വളരെ എന്താ പറയുക, നമുക്ക് ഒരു പേടിപ്പെടുത്തുന്ന കടലാണ്. വളരെ ശക്തമായ തിരമാലകളുടെ കാര്യങ്ങളായിട്ടുള്ള ഒരു കടലാണ് മൊത്തത്തിൽ സലാലയുടെ എല്ലാ ഭാഗവും. ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മളിനി കുറച്ച് വേറൊരു ബീച്ച് പോകും, നമ്മൾ സെയിൽ ബീച്ച് എന്ന് പറയും. അവിടെയൊക്കെ ഭയങ്കര ഭീകരമായ തിരമാലകളാണ്. നമുക്ക് അവിടെ ഇറങ്ങാൻ സാധിക്കില്ല. ഇതിൽ തന്നെ ഈ തിരമാലയുടെ ശബ്ദം കേട്ട് തന്നെ നമ്മൾ പോകും. അത്രയ്ക്കും ശക്തമായ തിരമാലകളാണ്. അത് ഇത്രയും താഴെ ആ പാറയുമ്പോൾ അടിച്ച് മുകളിൽ ഈ തിരമാല അടിച്ച് പൊന്തി വരും. പിന്നെ ചെറിയ ചെറിയ ഹോളുകളൊക്കെ ഉണ്ടാവും അവിടെ. അപ്പം ആ തിരമാല ഈ പാറയിൽ അടിക്കുമ്പോൾ ഈ ഹോളിൽ കൂടെ ഈ വെള്ളം മുകളിൽ തെറിച്ച് വരും. അത് കൂടുതലായിട്ട് കാണുമ്പോൾ ബീച്ചിലാണ്. ഈ ബീച്ചിൽ നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. ഭയങ്കര ശബ്ദമാണ് ഈ തിരമാല ഒന്ന് പാറയ്ക്ക് അടിക്കുമ്പോഴുള്ള ശബ്ദം ഭയങ്കരമാണ്. അത് വീഡിയോയിൽ ഇത്ര ഉള്ളൂ, പക്ഷെ നമ്മളവിടെ നേരിട്ട് നിൽക്കുമ്പോൾ ഭീകരാന്നിരിക്കണം. അടുത്തതായി നമ്മൾ പോകുന്നത് സലാലയുടെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദർബാത്തിലേക്കാണ്. ദർബാത്ത് എന്ന് പറഞ്ഞാൽ സലാലയിലെ ഒഴിച്ചുകൂടാനാവാത്ത, ഏതൊരു യാത്രികന്റെയും ഒഴിച്ചുകൂടാനാവാത്ത അത്രയും മനോഹരമായ, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ദർബാത്ത്. ദർബാത്തിലെ വാട്ടർഫോൾസ്, അതുമാതിരി അവിടെ ബോട്ടിങ്ങുകളുണ്ട്, നല്ല ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നമുക്ക്. അങ്ങനെ ഭയങ്കര ഗ്രീനറിയാണ്. വെള്ളത്തിന് പോലും ഒരു ഗ്രീൻ കളറാണ്. നല്ല ബ്യൂട്ടിഫുൾ ആണ് അവിടെ. നമുക്ക് പല പല തട്ടുകളിലായിട്ട് ഇങ്ങനെ വെള്ളം. ഇപ്പോൾ ഈ ജൂണിൽ പോകുമ്പോൾ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ഇല്ല, അപ്പോൾ വെള്ളം കുറവാണ് അവിടെ. അപ്പോൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ടെല്ലാം കാണാം. പക്ഷെ മഴ പെയ്ത് കുറച്ചുകൂടി ആയി കഴിഞ്ഞാൽ ഫോഗൊക്കെ വരുമായിരിക്കും. പക്ഷെ ഇപ്പൊ നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുന്നത് വെള്ളം കുറവാണ്. ആ ഒരു അത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ദർബാത്ത് ഒരിക്കലും ഒഴിച്ചുവിടാൻ പാടില്ല. വെരി മസ്റ്റ് വാച്ചിങ് പ്ലേസ്.
പിന്നെ ദർബാത്തിൽ പോകുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് വളരെ കുറച്ചുള്ളൂ. അവരുടെ കണ്ണു വെട്ടിച്ച് പല ആൾക്കാരും പല സ്ഥലങ്ങളിലും അവിടെ വെള്ളത്തിലിറങ്ങുന്നത് ഭയങ്കര റിസ്ക്കായിട്ടുള്ള സംഭവമാണ്. അവിടെ ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ചതുപ്പ് പ്രദേശങ്ങളുണ്ട്. ഈ ചതുപ്പ് പ്രദേശങ്ങൾ നമുക്ക് കാണുമ്പോൾ ചെറിയൊരു വെള്ളം പോലെ തോന്നും, ചെറിയൊരു വെള്ളക്കെട്ട് പോലെ തോന്നും. അപ്പോൾ ഈ വെള്ളക്കെട്ടിൽ ഇറങ്ങിയ ആൾക്കാർ കുളിക്കാൻ നോക്കും. അപ്പോൾ അത് കുറച്ചങ്ങോട്ട് മാറുമ്പോൾ അവിടെ ചതുപ്പായിരിക്കും. അപ്പോൾ ഈ ചതുപ്പിൽ ആളുകൾ താന്നു പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് ആൾക്കാർ ഈ ചതുപ്പിൽ മുങ്ങിയിട്ട് അവിടെ മരിച്ചിട്ടുണ്ട്. കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്, പക്ഷെ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ മഹാ ഡേഞ്ചറാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് അവിടുത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ്. ഈ ദർബാത്തിൽ മാത്രമല്ല, സലാലയിലെ ഒരുവിധം ഏരിയകളിലൊക്കെ ഈ ഫുഡുണ്ട്. അപ്പോൾ അത് റൊട്ടി പോലെ ഇങ്ങനെ പരത്തി അതിന് മീതെ ഒരു എഗ്ഗ് 1-2 എഗ്ഗ് അടിച്ച് ഒഴിച്ച് പരത്തി അതിന് മീതെ കുറച്ച് ചീസൊക്കെ ഇട്ട് അതിങ്ങനെ മടക്കി അതിന് മീതെ കുറച്ച് ഹണിയൊക്കെ ഒഴിച്ച് അവരിങ്ങനെ തരും. നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് അവിടെ ഒരു പുഴ ഉണ്ട്, റിവറുണ്ട്. ആ റിവറിൽ, ദർബാത്ത് റിവറിൽ നമുക്ക് ബോട്ടിങ് പോവാം. അതുപോലെ തന്നെ സൈഡിൽ കുറേ കുതിരകളുണ്ട്. അപ്പോൾ കുതിരപ്പുറത്ത് കുതിര സവാരി പോവാം. നല്ല ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് അവിടെ ഉണ്ട് സൈഡുകളിൽ. അപ്പോൾ അവിടെ നമുക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ നമുക്ക് ഓരോ ഐറ്റംസ് മേടിക്കാം എന്നുള്ള കാര്യം. ഇത് നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. അടുത്തതായി നമ്മൾ പോകുന്നത് സലാലയിലെ മസ്റ്റ് വാച്ചബിൾ ആയിട്ടുള്ള ജബൽ സംഹാനിലേക്കാണ്. ഈ ജബൽ സംഹാനിൽ നമ്മൾ രാവിലെ സമയത്ത് പോകണതാണ് നല്ലത്. അത് ഒരു പീക്കാണ്, ഒരു മലയുടെ പീക്കിലേക്ക് നമ്മൾ പോയി പോണ വഴിയിലൊക്കെ ഫുൾ ഫോഗി. നമ്മൾ ഡ്രൈവിങ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അവിടെ മുകളിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ആകാശത്തിന് മുകളിൽ, നമുക്ക് താഴെ ഫുൾ മേഘം, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ്. അങ്ങനത്തെ ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആണെന്ന് വെച്ചാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ജബൽ സംഹാൻ, മറക്കണ്ട. ഇപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഇത് ജൂൺ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും വലിയ ഗ്രീനറി ഇല്ല. പിന്നെ നമുക്ക് ഒരുപാട് പശുക്കളെയൊക്കെ കാണാം. അവിടെ പോണ വഴിയിൽ ഒരുപാട് പശുക്കൾ, അങ്ങനെ ഫാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ജബൽ സംഹാനിലെ റിയൽ കാഴ്ച. ഇത് അവിടുത്തെ ചെറിയൊരു ഫാമാണ്. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് എയിൻ റസാത്തിലേക്കാണ്. ഈ എയിൻ റസാത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കേവ് ഉണ്ടാവും. പിന്നെ നമുക്ക് കുളിക്കാനായിട്ടുള്ള അടിപൊളി പ്ലേസ്, നല്ല ക്ലീൻ വാട്ടർ, നമുക്ക് കുളിക്കാം, നല്ലപോലെ ചെയ്യാം, കുട്ടികൾക്ക് എൻജോയ് ചെയ്യാം, നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവിടെ ഈ സ്വിമ്മിങ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷനില്ല. അതായത് മുങ്ങിപ്പോവോ ഒഴുകിപ്പോവോ അങ്ങനത്തെ പേടിക്കും വരില്ല. സമാധാനമായിട്ട് പിള്ളേരെ കണ്ട് വിടാം. കളിച്ച് അവർ തിമിർത്ത് അവർ പുറത്തേക്ക് വന്നോളൂ. ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കയറും 2-3 മണിക്കൂർ അവിടെ നിന്ന് കളിക്കും. അവിടെ വെള്ളത്തിൽ കുഞ്ഞു മീനുകൾ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മീനുകൾക്ക് ചെറിയ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് പൊട്ടിക്കുമ്പോൾ അതൊരു രസമുണ്ട്. കുട്ടികൾക്ക് അത് ഭയങ്കര എൻജോയബിൾ ആയിരിക്കും. പിള്ളേർ കുറച്ച് ഇങ്ങനെ ബിസ്ക്കറ്റിൻ്റെ പൊടി ബ്രെഡിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവർ വന്ന് കൂട്ടത്തോടെ വന്ന് കഴിക്കുമ്പോൾ പിള്ളേർ കുട്ടികൾ നല്ല പോലെ
ചിൻഡാസാത്തിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിയിൽ ഇതേമാതിരി ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. ഈ മെറ്റലിൻ്റെ മീതെ അടിയിൽ ഒരു തീയുണ്ട്, മീതെ മെറ്റൽ വെച്ച് അതിൻ്റെ മീതെ ചിക്കനൊക്കെ ചുട്ട് അതിൻ്റെ ഒപ്പം ബിരിയാണി റൈസ് തന്നെ ഒരു 5-8 തരത്തിലുള്ള ബിരിയാണി റൈസ് ഉണ്ട് അവിടെ. മീൻസ് ഒരു അഫ്ഗാനി റൈസ്, റൈസ്, മന്തി റൈസ് എന്ന് പറഞ്ഞ് ഒരു 4-5 വെറൈറ്റി ഉണ്ട്. നമുക്കതൊക്കെ എൻജോയ് ചെയ്യും. അടുത്തതായി നമ്മൾ പോകുന്നത് ഇറ്റിൻ കേവിലേക്കാണ്. ഈ ഇറ്റിൻ കേവ് നമ്മൾ ഫസ്റ്റ് വണ്ടി പാർക്ക് ചെയ്ത് അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നൊരു തോന്നലാണ് നമുക്ക് ആദ്യം വരും. പക്ഷേ അതിന് വേറൊരു റൂട്ടുണ്ട്. മീൻസ് അതിൻ്റെ മുകളിലേക്ക് കയറി പോയി താഴേക്ക് ഇറങ്ങി വന്ന് അഗെയിൻ നമ്മളൊരു ലെഫ്റ്റിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഈ കേവ് കാണാൻ പറ്റും. അപ്പോൾ അത് നല്ല മനോഹരമായൊരു കേവാണ്. ഞങ്ങൾ ആദ്യം അതിൻ്റെ മുകളിൽ കയറി പോയി അവിടെ ഇരുന്നിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചത്. മീൻസ് ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ച ബിരിയാണി, ഈ ചിക്കനും ബിരിയാണിയൊക്കെ ഞങ്ങൾ അതിൻ്റെ മുകളിൽ ഇരുന്ന് അവിടെ ആരും കാണാനില്ല. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല എന്നുള്ള രീതിയിൽ തിരിച്ചു പോകുന്ന സമയത്താണ് ഒരു റൂട്ട് സൈഡിലേക്ക് ഉണ്ടായി. അപ്പോൾ അത് പോയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അടിപൊളി പ്ലേസാണ്. മസ്റ്റ് വാച്ചബിൾ പ്ലേസുകളിൽ ഒന്ന് തന്നെ ഇറ്റിൻ കേവ്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു നമ്മൾ യാത്ര ചെയ്തത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ 3 മാസങ്ങളിൽ നമ്മൾ 3 പ്രാവശ്യമായി ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതിൽ ജൂണിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഈ ഇറ്റിൻ കേവ് ഏരിയ ഒക്കെ തികച്ചും ഡ്രൈ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ, അതായത് വേറൊരു കാഴ്ചയാണ്. കാഴ്ചാനുഭവത്തിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. ഇത് തന്നെ ജൂലൈയിലും ഓഗസ്റ്റിലൊക്കെ പോകുമ്പോൾ തികച്ചും വ്യത്യസ്തമാണ്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഈ ഒരു രൂപം കാണാം നമുക്ക്. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ വേറൊരു രൂപം കാണിച്ചു തരാം. നല്ല തെളിഞ്ഞ കാലാവസ്ഥയായതുകൊണ്ട് നമുക്ക് കാഴ്ച വളരെ മനോഹരമാണ്. കാരണം നല്ല തെളിഞ്ഞ നല്ല ക്ലാരിറ്റിയിൽ അങ്ങകലം വരെ കാണാൻ പറ്റും. പോകില്ല, അതെൻ്റെ മെയിൻ പ്രത്യേകത. താഴെ ഒരു റിവറൊക്കെ ഉണ്ട്. ആ റിവറിലൊന്നും ഇപ്പോൾ വെള്ളമൊന്നുമില്ല. മഴ പെയ്യാൻ തുടങ്ങി നല്ലപോലെ വെള്ളം പോകുന്ന ഒരു റിവറാണത്. അപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് നമുക്ക് നോക്കി ഇപ്പോൾ കാണാൻ പറ്റും. ഒരു പക്ഷേ അടുത്ത മാസമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കാണാൻ പറ്റിയൊന്നുമില്ല. കാരണം ഇപ്പോൾ മേ ബി ഫോഗായിരിക്കാം. സലാല യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. അതിൽ വളരെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി കുറേ കാര്യങ്ങൾ പറയാത്തത് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയും. ഒരു വാദിയാണ്. അവിടെ അടുത്തതായി നമ്മൾ പോകുന്നത് അയ്യൂബിൻ്റെ ടോപ്പ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് അയ്യൂബ് എന്ന് പറയുന്നത് ബൈബിളിലും ഖുറാനിലും ഒരുപോലെ പ്രതിപാദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബൈബിളിൽ ജോബ് എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത്. ഖുറാനിൽ അയ്യൂബ് എന്ന് പറഞ്ഞിട്ട് ആളുടെ ശവകുടീരം ആണ് ഈ കാണുന്നത്. ഇപ്പം നമ്മൾ അവിടേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ സലാല ട്രിപ്പിൽ മൊത്തം 6 ഫാമിലീസാണ് ഉണ്ടായിരുന്നത്. ഞങ്ങളൊരു 4 വണ്ടികളിലായിട്ടാണ് വന്നത്. ഞങ്ങൾ സ്റ്റേ ചെയ്യാനായിട്ട് 3 ബെഡ്റൂം ഹാള് അപ്പാർട്ട്മെൻറ്റ് 2 എണ്ണം ബുക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് 3 ഫാമിലിക്ക് ഒരു അപ്പാർട്ട്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ബുക്ക് ചെയ്തു. അഡീഷണൽ ഹാളും കിച്ചൺ ഉണ്ടായിരുന്നു. അവിടെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ടായിരുന്നു. അധികം കോസ്റ്റ്ലി ഒന്നും ആയില്ല. ഞങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ കോസ്റ്റൊന്നും ഇല്ലാതെ കിട്ടി.
പിന്നെ ജൂണിൽ ഓഫ് സീസണാണ് അവിടെ. ആക്ച്വലി ഓഫ് സീസണാണ് ദുബായിൽ. ഓഫ് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ സീസണാണ് ഓൾമോസ്റ്റ്. പക്ഷെ എന്നാലും അവർക്ക് ഖരീഫ് സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഖരീഫ് സീസൺ സ്റ്റാർട്ട് ചെയ്താലാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് നേരെ ഡബിളാവും പ്രൈസൊക്കെ. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് അത്ര വലിയ പ്രൈസ് വന്നില്ല. ഒരു അപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾക്ക് ആകെ വന്നത് ഒരു ദിവസത്തിന് 20 ഇല്ല 15 റിയാലാണ് വന്നത് ഒരു ദിവസത്തിന്. അപ്പോൾ അത്രയും കുറഞ്ഞ പ്രൈസാണ് നമുക്ക് വന്നുള്ളൂ. അത് 3 ഫാമിലിക്ക് 15 റിയാൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പൈസ. അങ്ങനെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ബീച്ചാണ് മുഗസൈൽ ബീച്ച്. ഈ മുഗസൈൽ ബീച്ച് വളരെ മനോഹരമായ ബീച്ചാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസ്ക്കിയാണ്. കുറച്ച് അവിടെ കുറേ ഏരിയകളിലൊക്കെ അവർ കയറൊക്കെ കെട്ടി തിരിച്ചു വെച്ചിട്ടുണ്ട്. ആ ഏരിയകളിലേക്കൊക്കെ ആ കയറൊക്കെ പൊക്കിയ ആൾക്കാർ പോയി നിന്ന് ഫോട്ടോ എടുക്കും. അതാണ് നമ്മുടെ ആൾക്കാരുടെ ഒരു കുഴപ്പം. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, ഒരു വർഷം 2 വർഷം മുന്നേ ബോംബെ ദുബായിൽ നിന്ന് പോയ ആൾക്കാരാണെന്ന് തോന്നുന്നു. ബോംബെയിലുള്ള ഫാമിലിയാണ്. അവിടെ ആ ഫാമിലി മൊത്തം കടലെടുത്ത് പോയി. മീൻസ് അവരവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു വലിയ തിരമാല വന്നു. ആ തിരമാല തിരിച്ചുപോകുന്നതോടെ ഈ ആൾക്കാരൊക്കെ അതിൽ ഒഴുകി പോയി. വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിരുന്നു. ഒന്നാണ് ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ. കാരണം ഹെവി റിസ്ക്കിയാണ് അവിടെ. കാരണം എപ്പോൾ വേണമെങ്കിലും ശക്തമായ തിരമാലകൾ വരും. ശക്തമായ തിരമാലകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ തിരമാലയോടൊപ്പം ഒഴുകിപ്പോകും. കാരണം അവിടെ ഇതേമാതിരി നമ്മുടെ അവിടുത്തെ ബീച്ച് പോലെ തീരങ്ങൾ എന്ന് പറയാനായിട്ട് അങ്ങനെയല്ല. അത് ഭയങ്കര താഴ്ചയുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ അത് അവിടെ എത്രമാത്രം ആളുണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വെള്ളത്തിൽ വീണ് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ അവനെ തിരിച്ചു കിട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയും റിസ്കി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് കാണാം, എൻജോയ് ചെയ്യാം, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അത് അവരുടെ റെസ്ട്രിക്ഷൻസ് പറയുന്നത് നമ്മൾ പാലിക്കണം, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ കുട്ടികളൊക്കെ നമ്മൾ വളരെയധികം കെയർഫുൾ ആവണം. കാരണം കുട്ടികളൊക്കെ അറിയാമല്ലോ, കൈ വിട്ടാൽ ചിലപ്പോൾ അതുകൊണ്ട് ഓടും. അപ്പോൾ അതൊക്കെ നമ്മൾ കെയർഫുള്ളായിട്ട് നിൽക്കണം. കാരണം അപകടങ്ങൾ നമ്മൾ വരുത്തി വയ്ക്കാൻ പാടില്ലല്ലോ. അതാണ് കാരണം ചില ആൾക്കാരെല്ലാത്തിനും കെയർലെസ്സാണ്. അപ്പോൾ എൻജോയ് ചെയ്യാൻ വരുമ്പോൾ അവർ കെയർലെസ് കാണിക്കുക എന്നുള്ളത് ചില ആൾക്കാർക്ക് സ്വഭാവം. അപ്പോൾ അത് അങ്ങനെ കാണിക്കുമ്പോൾ അത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ ചില സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവില്ല, ചില സമയത്ത് അത് ബുദ്ധിമുട്ടാവാം. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നുള്ളതാണ്. എൻജോയ് ചെയ്യുക. അടിപൊളി പ്ലേസ് അടിപൊളിയാണ്, പക്ഷെ കെയർഫുൾ ആയിരിക്കണം. ആ പ്ലേസാണ് തിരമാല അടിക്കുമ്പോൾ വെള്ളം ആ ഹോളിൽ കൂടെ മുകളിലേക്ക് ഇങ്ങനെ ഭയങ്കര ഫോഴ്സിൽ മുകളിലേക്ക് പൊന്തിപ്പോകും. പ്ലേസാണത്. അപ്പോൾ ആ വെള്ളം മുകളിലേക്ക് പൊന്തിപ്പോകുന്നതും അത് ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കും, വെയിറ്റ് ചെയ്ത് നിൽക്കും, ഫോട്ടോ ഞാൻ ക്ലിക്ക് ചെയ്തുകൊണ്ടേ നിൽക്കും. അപ്പോൾ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല എന്നുള്ളത് നല്ല രസമാണ്. അതൊക്കെ ആൾക്കാർ ആകാംക്ഷയോട് കൂടിയിട്ട് കപ്പിൾസൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവരുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ തയ്യാറായി നിൽക്കുന്നുണ്ടാവും. അതങ്ങോട്ട് വെള്ളം തിരമാല വരുന്ന കാണും. വെള്ളം മുകളിലേക്ക് എല്ലാ തിരമാലയിലും ഈ വെള്ളം മുകളിലേക്ക് പൊന്തൂല. അപ്പോൾ തിരമാല നല്ല ശക്തമായ തിരമാല വരുന്ന കാണുമ്പോൾ ഇപ്പോൾ വെള്ളം പൊന്തുമ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ തയ്യാറായി നിൽക്കില്ല. അപ്പോൾ അതിൽ ആ വെള്ളം പൊന്തും. പിന്നെ പ്രതീക്ഷിക്കാത്ത സമയത്ത് വെള്ളം പൊന്നിട്ട് പൊന്തും. അപ്പോൾ പട്ടപടാൻ ഫോട്ടോ എടുക്കും. കഴിവുള്ള ഫോട്ടോഗ്രാഫർമാരുണ്ടല്ലോ, അപ്പോൾ അവർ മനോഹരമായ ഫോട്ടോകളൊക്കെ എടുക്കും.
നമ്മളുടെ ഒരു ദിവസത്തെ ഡിന്നർ എൽ അവന്യൂ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ്. അത് അവിടുത്തെ ഡിഷസും കാര്യങ്ങളൊക്കെ അവിടുത്തെ ആംബിയൻസ് ഒക്കെ വളരെ മനോഹരമാണ്. അത് ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആണ് എൻ്റെ അഭിപ്രായം. കാരണം അത്രയ്ക്കും മനോഹരമാണ്. കാരണം നല്ല ടേസ്റ്റിയാണ്. ഫുഡൊക്കെ വളരെ വെറൈറ്റി, നല്ല ടേസ്റ്റി. പിന്നെ അവിടുത്തെ ഇരിക്കുന്ന ആംബിയൻസ് ആയാലും ശരി, അവരുടെ സർവിങ് ആയാലും ശരി, ഒക്കെ വളരെ വളരെ അടിപൊളിയാണ്. എൽ അവന്യൂ പാർക്ക്. പിങ്ക് റിസോട്ടോ എന്ന് പറഞ്ഞ ഡിഷാണ്. ബട്ടർ ചിക്കൻ ആൻഡ് ചിക്കൻ ഫ്രൈഡ് റൈസ്. അടുത്ത ദിവസം നമ്മൾ പോകുന്നത് കോക്കനട്ട് ബീച്ചിലേക്കാണ്. കോക്കനട്ട് ബീച്ച് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ പോകുന്ന വഴിയിൽ നല്ല ഹൈറ്റിലുള്ള തെങ്ങുകൾ ഉണ്ട്, അതന്നെ. പിന്നെ ഈ ഒരു ഏരിയയിലാണ് ഫുള്ള് ഫാമുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ എല്ലാ കൃഷിയും ഉണ്ട് അവിടെ. കുമ്പളങ്ങ, മത്തങ്ങ, അങ്ങനെ തുടങ്ങി എല്ലാ കൃഷിയും ഉണ്ട്. പപ്പായ മരങ്ങൾ, ഏരിയ മൊത്തം ചിലപ്പോൾ പപ്പായയുടെ സൈക്കിളായിരിക്കും. അപ്പോൾ തെങ്ങുകളൊക്കെ നല്ല ഹൈറ്റുള്ള തെങ്ങുകൾ. പിന്നെ ഒരുവിധം ഫാമുകളുടെ ഒക്കെ മുന്നിൽ തന്നെ അവര് കരിക്കൊക്കെ നമുക്ക് ഫ്രഷ് കരിക്ക് അവിടെ നിന്ന് വെട്ടി നമുക്ക് തരും. അപ്പോൾ അങ്ങനെയുള്ള ഇതുകളൊക്കെ ഉണ്ട് അവിടെ. കരിക്കൊക്കെ കൂടി നല്ല അടിപൊളി കരിക്ക് കിട്ടും അവിടെ. അങ്ങനെ എല്ലാം കൊണ്ടും സൂപ്പറാണ്. അങ്ങനെ കോക്കനട്ട് ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ നമ്മൾ സലാലയിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. ജസ്റ്റ് നമ്മൾ മസ്കറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ ഫസ്റ്റ് തുമറത്ത് കഴിഞ്ഞ് ഹൈമ കഴിഞ്ഞ് പോകുന്ന വഴിയിൽ നമുക്ക് വലിയൊരു സൈക്ലോണിൽ ഞങ്ങൾ പെട്ടുപോയി. അതായത് വലിയൊരു ചുഴലിക്കൊടുങ്കാറ്റ്. ഈ ചുഴലിക്കൊടുങ്കാറ്റ് വന്ന വഴിക്ക് ഞങ്ങൾ വണ്ടി സൈഡിൽ നിർത്തിയിട്ടു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവര് നമ്മൾ നിർത്തിയിട്ടൊന്നും അവരറിഞ്ഞിട്ടില്ല. അവര് ചുഴലിക്കൊടുങ്കാറ്റ് അതിന്റെ ഉള്ളിലൂടെ അവര് വണ്ടി ഓടിച്ചു പോയി. ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു. അവര് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എനിക്ക് അയച്ചു തന്നു. ആ വീഡിയോ കൂടി ഞാനൊരു അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഭീകരമാണ്. അത് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അത്രയ്ക്കും ഭീകരമായിരുന്നു. ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട കാരണം നമുക്ക് അത്രയ്ക്ക് പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ 1.5-2 മണിക്കൂർ നേരം വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് തോന്നുന്നു. വണ്ടിയിലെ പെട്രോളും കഴിഞ്ഞു. ആകെ പ്രശ്നം എന്ന് വെച്ചാൽ മൊത്തം പ്രശ്നം. പെട്രോൾ കഴിഞ്ഞില്ല, ഓൾമോസ്റ്റ് കഴിഞ്ഞ ആ ഒരു യെല്ലോ ലൈറ്റ് കത്തി. അപ്പോൾ നമുക്ക് ടെൻഷനായി. പിന്നെ അവിടെ നിന്ന് വീണ്ടും ഏകദേശം ഒരു 100 കിലോമീറ്റർ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെ വണ്ടി 100 കിലോമീറ്റർ ഇല്ല, ഒരു 60-70 കിലോമീറ്റർ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. വണ്ടി എങ്ങനെയൊക്കെ പെട്രോൾ പമ്പിൻ്റെ മുന്നിൽ വരെ എത്തി. അവിടെ വെച്ച് വണ്ടി ഓഫായി. പക്ഷെ ഓൾമോസ്റ്റ് അവിടെ എത്തി. അത് കാരണം പിന്നെ അവിടെ ഒരു 10 മീറ്റർ ഉണ്ടായിരുന്നു. അത് കാരണം പോയി ഒരു ജഗ്ഗൊക്കെ മേടിച്ച് ഇത് പെട്രോൾ മേടിച്ചുകൊണ്ടൊന്ന് ഒഴിച്ച് അങ്ങനെ രക്ഷപ്പെടാൻ പറ്റി. ഭയങ്കര ഭീകരമായൊരു അന്തരീക്ഷമായിരുന്നു ആ ഒരു സമയം. ഒരു 2 മണിക്കൂർ നമ്മുടെ ആ ഒരു സമയത്ത് ട്രാവൽ ചെയ്ത് അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആൾക്കാരൊക്കെ അത് കഴിഞ്ഞിട്ടുള്ള പെട്രോൾ പമ്പിലാണ് അഭയം പ്രാപിച്ചത്. അപ്പോൾ അവിടെ ആൾക്കാർ പറയുന്നത് നമ്മുടെ ദുബായിൽ ധൈര്യന്നൊക്കെ വന്നിട്ടുള്ള കുറേ ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഈ ചുഴലിക്കൊടുങ്കാറ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് മുന്നിലൊരു വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടി ഒരു അറബിയുടെ വണ്ടി. ആൾ പെട്ടെന്ന് വെട്ടിച്ചപ്പോൾ ബാക്കിൽ വന്ന വണ്ടി ചുഴലിയിൽ പോയി കയറി. വണ്ടി നേരായിപ്പെട്ട് എന്താ പറയുക, തെന്നി മറ്റേ മരുഭൂമിയിൽ സൈഡിലേക്ക് തെന്നിപ്പോയി എന്ന് പറയണത്. എന്നിട്ട് വണ്ടിയുടെ ഉള്ളിൽ ഫുള്ള് മണ്ണ് അങ്ങനെ. വണ്ടി അവരവിടെ നിന്ന് ക്ലീൻ ചെയ്യുക. വണ്ടി ഭാഗ്യത്തിന് അവർക്ക് പറ്റിയ അപകടങ്ങളൊന്നും പറ്റിയില്ല. അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ. നല്ല ശക്തമായ മഴ പെയ്തു. ഞങ്ങൾ പിന്നെ വണ്ടി നിർത്തിയിട്ട് കാരണം അങ്ങനത്തെ ഹെവി റിസ്കിലേക്ക് പോയില്ല നമ്മൾ. കാരണം ഞാൻ വണ്ടി സൈഡ് ഒതുക്കി കുറേ അങ്ങോട്ട് മരുഭൂമിക്ക് ഇറക്കിയിട്ടിട്ട് വണ്ടികൾ നിർത്തിയിട്ടു. അവരുടെ വണ്ടിക്കാർ കണ്ണു കാണാത്ത വന്നത് നമ്മുടെ വണ്ടി ഇടിച്ചാലും പ്രശ്നമാണല്ലോ. അപ്പോൾ കുറച്ചുകൊണ്ട് നന്നായി ഇറക്കിയിട്ട് എനിക്ക് കയറി നമ്മൾക്ക് പെടണേക്കാളും മുന്നേ തന്നെ വണ്ടി നല്ലൊരു പ്ലേസ് നോക്കിയിട്ട് ഞാൻ നിർത്തിയിട്ടു. അതാണ് രക്ഷപ്പെടാൻ, വലിയ അപകടങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെടാൻ പറ്റിയത്. അത് കഴിഞ്ഞ പിന്നെ നേരെ മസ്കറ്റിലേക്ക് പോവുകയാണ്. മസ്കറ്റിൽ വളരെ മനോഹരമായ കാഴ്ചകളാണ്. മസ്കറ്റ് വിശേഷങ്ങൾ ഞാൻ പയ്യെ പറയാം.
മസ്കറ്റിലെ മുത്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അവിടെ മസ്കറ്റിൽ അധികം സ്ഥലങ്ങളിലും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സമയം നമുക്ക് കിട്ടിയില്ല. കാരണം നമ്മൾ സ്റ്റേ ചെയ്തു നെക്സ്റ്റ് ഡേയിൽ നമുക്ക് ഒരു ഹാഫ് ഡേ ആണ് നമുക്ക് സമയം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഹാഫ് ഡേയിൽ അവിടെ കാണേണ്ട സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് കണ്ടു. ഈ മുത്രയിൽ മാത്രമേ നമുക്ക് പോയുള്ളൂ. പിന്നെ അവിടെ ഒരു ബീച്ച് പോയി, അതൊക്കെ. പക്ഷെ നമ്മൾ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. കാരണം ഈ സലാലയിലുള്ള ആ ഒരു അനുഭവമല്ല ഇവിടെ. ഭയങ്കര ഹെവി ചൂട് എന്ന് വെച്ചാൽ ചൂടിൻ്റെ അങ്ങേയറ്റം. നമ്മൾ ദുബായിലുള്ള ചൂട് നോക്കുമല്ല, ആദ്യമാതിരി ചൂടാണ് മസ്കറ്റിൽ. അപ്പോൾ ഈ ജൂണിലെ മസ്കറ്റിലേക്കൊക്കെ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല പുറത്ത് കാണിക്കാൻ പറ്റുക, അമ്മാതിരി ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂട്. അപ്പോൾ സ്ഥലങ്ങളൊക്കെ വണ്ടിയിലിരുന്ന് മനോഹരമായി കണ്ടു. അതിനുശേഷം ഞങ്ങൾ മസ്കറ്റിലുള്ള ഷമയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി അവരുടെ വീട്ടിലൊക്കെ പോയി ഒന്ന് വിസിറ്റ് ചെയ്തു. ഈ ഫ്രണ്ട്സിനെ കിട്ടിയ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കൊടുങ്കാറ്റിൽ പെട്ട കാര്യം പറഞ്ഞല്ലോ, സൈക്ലോണിൽ പെട്ടു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വണ്ടിയിലെ പെട്രോൾ കഴിയാനായി. അങ്ങനെ കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് വണ്ടി ഓടിച്ച് പോവാണ്. പെട്രോൾ പമ്പ് കാണണ്ടേ, പെട്രോൾ പമ്പ് കാണാനില്ല. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും വണ്ടി റോഡിൽ ഓഫ് ആവും എന്നുള്ള സിറ്റുവേഷനായി. കാരണം വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി ഓഫായി കഴിഞ്ഞാൽ മേ ബി വലിയ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ടെൻഷനായി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു രണ്ട് വണ്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടി നിർത്തുമ്പോഴേക്കും മറ്റേ വണ്ടി എടുത്തു പോയി. അപ്പോൾ ഒരു വണ്ടി ഉണ്ട്, അവരും പോകാൻ നിൽക്കുകയാണ്. വേഗം വണ്ടി നിർത്തി ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അവരെ പരിചയപ്പെട്ടപ്പോൾ അവർ മലയാളികളാണ്, തൃശ്ശൂർ വലപ്പാടുള്ള ഒരു ഫാമിലി ആയിരുന്നു. അങ്ങനെ അവരെ പരിചയപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു അവർ ഇതേമാതിരി കൊടുങ്കാറ്റിൽ പെട്ടു. അങ്ങനെ വണ്ടിയിൽ പെട്രോൾ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഏതോ ഒരു അറബി അവരെ സഹായിച്ചു. ഒരു ജഗ്ഗിൽ പെട്രോളൊക്കെ മേടിച്ചു കൊണ്ടുവന്നു, അവർക്ക് കൊടുത്തു. അങ്ങനെ അവിടെ നിന്ന് പെട്രോൾ ഒഴിച്ച് അവർ രക്ഷപ്പെട്ട് പോകാതെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ വന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ വണ്ടിയിൽ പെട്രോൾ കഴിഞ്ഞിട്ടില്ല, എനി ടൈം ഓഫ് ആവും എന്നുള്ള കഥയൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ അവർ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ വന്നു. ഞങ്ങൾ മുന്നോട്ട് ഓടിച്ചു പോയി. വണ്ടി ഓഫ് ആവുകയാണെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യാന്നുള്ളൊരു ഇതിൽ അങ്ങനെ പോയി. നമ്പറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി ഓഫായി. പക്ഷെ അത് പെട്രോൾ പമ്പിൻ്റെ ഒരു 10 മീറ്റർ മുന്നിൽ വെച്ചിട്ടാണ് വണ്ടി ഓഫ് ആവുന്നത്. അങ്ങനെ അവൻ നമ്മളെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ജഗ്ഗൊക്കെ മേടിച്ച് പെട്രോളൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് ഒഴിച്ചു. പിന്നെ പെട്രോൾ പമ്പിൽ വന്നു. അപ്പോൾ അവിടെ അതിനേക്കാൾ ഭയങ്കരമായ അവസ്ഥകളാണ്. കാരണം ഒരുപാട് ആൾക്കാർ ഈ സൈക്ലോണിൽ രക്ഷപ്പെട്ട് വന്ന് നിൽക്കുന്നത് ഈ പെട്രോൾ പമ്പിലാണ്. എല്ലാ ആൾക്കാരും നിങ്ങൾക്ക് എന്ത് പറ്റി എന്നുള്ള കഥകളാണ്. അപ്പോൾ ഒരു ഫാമിലി ദുബായിൽ ദയറയിൽ നിന്ന് വന്നിട്ടുള്ള ഫാമിലി. അപ്പോൾ അവർ ഇവിടെ ബിസിനസ്സുകാരാണ്. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുന്നിലൊരു വണ്ടി പോകണ്ടായിരുന്നു. അതൊരു ഒമാനി വണ്ടിയായിരുന്നു. അപ്പോൾ ഈ സൈക്ലോൺ ഇങ്ങനെ കറങ്ങി വന്ന സമയത്ത് പെട്ടെന്ന് ഈ വണ്ടി ലൈൻ വെട്ടിച്ചു മാറി. അങ്ങനെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വണ്ടി നേരെ ഈ സൈക്ലോണിൽ പോയി കയറി. അങ്ങനെ വണ്ടി എങ്ങനെയൊക്കെ തെന്നി മരുഭൂമിയിൽ വന്ന് പെട്ടു. വണ്ടിയുടെ ഉള്ളിൽ ഫുള്ള് മണ്ണ്. അങ്ങനെ അത് ക്ലീൻ ആക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങൾ. അങ്ങനെയാണ് ഈ ഒമാനി മീൻസ് ഒമാനിലുള്ള ഈ മലയാളി ഫാമിലിനെ നമ്മൾ പരിചയപ്പെട്ട ഫ്രണ്ട്സ് ആയത്. അപ്പോൾ നമ്മൾ അവരുടെ വീട്ടിലൊക്കെ പോയി വിസിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഹത്ത വഴി തിരിച്ച് ദുബായിലേക്ക് പോകുന്നു. ഇതാണ് ട്രിപ്പിൻ്റെ അവസാന ഭാഗത്തെ ഷോർട്ടാക്കി പറയുമ്പോൾ ഉണ്ടായ കഥകൾ. മസ്കറ്റ് പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. ഒരുപാട് സ്ഥലങ്ങൾ അവിടെ കാണാനുണ്ട്. പക്ഷെ നമ്മളൊരു ഈ ചൂട് കാലഘട്ടത്തിൽ പോയിട്ട് കാര്യമില്ല. ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊന്നും മസ്കറ്റ് വിസിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ഒരു നവംബർ ഡിസംബർ ജനുവരി നമ്മൾ ദുബായിൽ ആ ഒരു സമയം സീസൺ ടൈമിൽ തന്നെ മസ്കറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാണാനുണ്ട് അവിടെ. മസ്കറ്റിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരുപാട് സലാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റൊരു ഏരിയയിൽ തന്നെ എല്ലാതും ഉണ്ട്. പക്ഷെ മസ്കറ്റ് വളരെ എന്താ പറയുക വലിയ ഏരിയ. അപ്പോൾ അവിടെ പല സ്ഥലങ്ങളിലും പല കാഴ്ചകൾ കാണാനുണ്ട്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ കാണാനായിട്ട്. ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് പ്ലേസുകളുണ്ട് കാണാനായിട്ട്. വാദികളുണ്ട്, വെള്ളച്ചാട്ടങ്ങളുണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ അതൊക്കെ സീസൺ ടൈമിൽ പോയാൽ നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നന്നായി കഷ്ടപ്പെടേണ്ടി വരും. അങ്ങനെ പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒമാനിലുള്ള ആൾക്കാർ വളരെ സ്നേഹമുള്ള ആൾക്കാരാണ്. എല്ലാവരും പരസ്പരം സഹായിക്കാനും അങ്ങനെയൊക്കെ വളരെ താല്പര്യം കാണിക്കുന്ന ആൾക്കാരാണ് അവിടെ കണ്ടത്. അതിനൊപ്പം തന്നെ ഒമാനികളായിട്ടുള്ള കുറച്ച് ആൾക്കാർ
എന്താ പറയുക, കുറച്ച് വേറെ രൂപം കാണിച്ച ആൾക്കാരുണ്ട്. അതല്ല, ഞാൻ പറഞ്ഞ മലയാളികൾ, അവിടെയുള്ള മലയാളികളൊക്കെ വളരെ നല്ല സഹകരണമുള്ള ആൾക്കാരാണ്, സഹായിക്കാൻ മനസ്സുള്ള ആൾക്കാരാണ്. അങ്ങനെയൊക്കെ ഫീൽ ചെയ്തു. കുറച്ചുകൂടി ഒരു എന്താ പറയുക, അഹങ്കാരം ഇല്ലാത്ത ആൾക്കാർ പറയും. മീൻസ് എനിക്ക് വലിയ ജോലി അല്ലെങ്കിൽ ഞാൻ വലിയ ആളാണ്, അങ്ങനത്തെ അഹങ്കാരങ്ങളൊന്നും ഇല്ലാത്ത പച്ചയായ ആൾക്കാരെ ആയിട്ടാണ് അവിടെ ഉള്ള വലിയ വലിയ സാലറി മേടിക്കുന്ന ആൾക്കാരും ശരി, ചെറിയ സാലറി മേടിക്കുന്ന ആൾക്കാരും ശരി, ഒരേ രീതിയിൽ പെരുമാറുന്ന ആൾക്കാരായിട്ടാണ് അവിടെ ഫീൽ ചെയ്തത്. ഇതന്നെ ഞങ്ങൾക്ക് വേറൊരു സംഭവം, അതിനൊരു അനുഭവം ഉണ്ടായി. അതായത് ഞങ്ങൾ ഈ ഹോട്ടലിൽ, ഞങ്ങൾ താമസിച്ച ഹോട്ടൽ സലാലയിൽ, ഈ ഹോട്ടലിന്റെ നേരെ മുന്നിൽ ഒരു ഒമാനിയുടെ വീടാണ്. അപ്പൊ അത് ശരിക്കും പറയുന്നത് ഒരു ഹോട്ടലിന്റെ വലിപ്പം തന്നെ ഉണ്ട്. അതായത് ഒരു 3-4 ബിൽഡിങ് നിലയുള്ള ബിൽഡിംഗ് ആണത്. അതില് അവരുടെ ഒരുപാട് ഫാമിലികൾ ഒരുമിച്ച് താമസിക്കുന്ന വലിയൊരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ശരിക്കും അവരുടെ മിസ്റ്റേക്ക് അല്ല, ഹോട്ടലുകാർ നമ്മൾ മലയാളികളാണ് റിസപ്ഷനിൽ ഉണ്ടായിരുന്നത്. അവർ പക്ഷെ അത് പറയാൻ വിട്ടുപോയി ഞങ്ങളോട്. കാരണം ഞങ്ങളുടെ ഒരു ഫാമിലി അവരുടെ വണ്ടി പാർക്ക് ചെയ്തത് ഇവരുടെ ഈ ബിൽഡിങ്ങിന്റെ മുന്നിലായിട്ട്. അങ്ങനെ എന്തിനു പറയണേ, പിറ്റേ ദിവസം ഇദ്ദേഹത്തിന് വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഈ വണ്ടിയുടെ ചുറ്റും വേറെ വണ്ടികളൊന്നും പാർക്ക് ചെയ്തിരിക്കുക. അങ്ങനെ അവിടെ പോയി അവരുടെ വീട്ടിൽ പോയി ബെല്ലടിച്ചു. അപ്പോൾ ഒരു ഏജ് ആയിട്ടുള്ള ഒരു സ്ത്രീ വന്നു. ഈ സ്റ്റോറിയുടെ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.